നമുക്ക് കുറച്ച് ഇലിമ്പിപ്പുളി കിട്ടിയിട്ടുണ്ട്. നമുക്കതുകൊണ്ട് അച്ചാറിടാം. ഇനി ഇതൊന്ന് കഴുകി അരിഞ്ഞെടുത്തോണ്ട് വരാം. അപ്പം നമ്മൾ അച്ചാർ വെക്കാനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി അരിഞ്ഞത്, പത്തൽമുളക്, അച്ചാർ പൊടി, വറ്റൽമുളക് അച്ചാർ പൊടിയും കൂടെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, ഉലുവായ, കടുക്, കായം, നല്ലെണ്ണ. നല്ലെണ്ണയ്ക്കകത്തുണ്ടാക്കുകയാണെങ്കിൽ ഒത്തിരി ദിവസം ഇരുന്നോളും. അപ്പം നമ്മുടെ ഉരുളി അടുപ്പ് വെച്ച് നന്നായിട്ട് ചൂടായിരിക്കും. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി അരിഞ്ഞ് കൂടെ തന്നെ വറ്റൽമുളക് ഇടാം. കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി അരിഞ്ഞ് വെച്ച് കൊടുക്കാം. അടുത്തത് കറിവേപ്പില ഇടാം. വെക്കാൻ നല്ല എളുപ്പമുള്ള കറികളാണ് അച്ചാർ. നാരങ്ങ മാത്രമല്ല ഏറ്റവും ബുദ്ധിമുട്ട്. നമുക്ക് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അച്ചാർ പൊടിയും മുളക് പൊടിയും നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് വേണ്ടി ഉപ്പും കൂടി ഇടാം. ഇനി നമുക്ക് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ തിളച്ച വെള്ളത്തിൽ കൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ചാറ് വേണ്ടിയതനുസരിച്ചാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. കുറച്ച് ചാറ് പുരണ്ടിരുന്നാൽ മതിയെങ്കിൽ കുറച്ച് വെള്ളം മതി. അപ്പോൾ നമുക്കിച്ചിരി ചാറായിട്ട് വെക്കാം. തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലിമ്പിക്ക ഇട്ട് കൊടുക്കാം. കഷ്ണം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ വാങ്ങണം. ഒത്തിരി നേരം ഇരുന്നാൽ വെന്ത് പോകും. പെട്ടെന്ന് തിളച്ച് വാങ്ങിയെടുക്കണം. ഇതിനകത്തേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴേ ഇത് നിർത്തണം, അല്ലെങ്കിൽ വെന്ത് പോകും. നമുക്കതിന് ചാറിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ നല്ലതുണ്ട്. അപ്പം നമ്മുടെ ഇലിമ്പിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.